ഉദ്ഘാടനം നിർവഹിക്കുന്നു ഷൗക്കത്ത് ഉസ്താദ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷൻ, മറ്റ് ഗുരുവര്യന്മാർ, വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള പ്രദീപ് സാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു ഉദ്ഘാടന ഭാഷണം ഉദ്ദേശിക്കുന്നില്ല. ഈ വേദി വിദ്യാർത്ഥികളുടേതാണ്. നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ വേദിയിൽ ആ വിലപ്പെട്ട സമയം കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യരായി ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുമെല്ലാം ബോധവാന്മാരായിരിക്കുകയും ചിന്തിക്കുകയും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും അത് ഉറക്കെ പറയേണ്ടിടത്ത് പറയുകയും ഇടപെടേണ്ടിടത്തെല്ലാം ധീരമായി തന്നെ ഇടപെടുകയും ഒക്കെ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് മതപണ്ഡിതന്മാരായി കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിൽ മതവൈരവും മതനിരാസവും മതത്തിന്റെ പേരിലുള്ള കലഹങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ വിശേഷിച്ചും മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സാമൂഹിക പ്രവർത്തനം, സ്നേഹവും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ട് നാട്ടിൽ സമാധാനം കാംക്ഷിച്ചുകൊണ്ടുള്ള സാമൂഹിക പ്രവർത്തനം, മതപ്രവർത്തനം, ബോധന പ്രവർത്തനം ഒക്കെയും നടത്താൻ എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ സജ്ജരാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി വായിക്കുകയും അറിയുകയും പഠിക്കുകയും അത് ഏറ്റവും നന്നായി സന്ദർഭോചിതമായി ഇടപെടുന്ന മേഖലകളിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി സദ്ബുദ്ധിയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാവുക പണ്ഡിതന്മാർ എന്നതും വലിയ ഒരു കാര്യമാണ്. ആ നിലയിൽ വളരേണ്ട പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികളിൽ പഠിച്ചതും അറിഞ്ഞതും എല്ലാം സമൂഹത്തിലേക്ക് നല്ല രൂപത്തിൽ അവതരിപ്പിച്ച് അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനാണ് ഇത്തരം വേദികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നത്. മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും എന്നല്ല, മനുഷ്യകുലം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കഴിയുന്നത്ര ഭാഷകളിലെല്ലാം നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്. എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ മലയാളത്തിനു പുറമെ 2-3 ഭാഷകൾ കൂടി പഠിക്കുകയും അതിലൊക്കെ പ്രഭാഷണ രംഗത്തും മറ്റുമൊക്കെ പരിശീലനം നേടുകയും ചെയ്യുന്നവരാണ്. അതൊക്കെയും ഇവിടെ ഈ വേദിയിൽ മാറ്റുരച്ച് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സർവശക്തനായ തമ്പുരാൻ നമുക്ക് നന്നായി പഠിക്കാനും അറിയാനും സമൂഹത്തിൽ വളരെ പോസിറ്റീവായ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് നല്ല നാളുകൾ ഈ രാജ്യത്തിന് സമ്മാനിക്കാൻ ഉതകുന്ന വിധം പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുന്നിൽ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള പ്രദീപ് സാർ സാഹിത്യ രംഗത്ത് വ്യത്യസ്ത രൂപത്തിൽ ഇടപെടുന്ന ആളും സമൂഹത്തിന്റെ ധാർമ്മിക ബോധവും സമാധാന അന്തരീക്ഷവും നിലനിൽക്കാൻ വേണ്ടി സാഹിത്യ മേഖലകളിലൂടെ ശക്തമായി ഇടപെടുന്ന ആളുമാണ്. അദ്ദേഹത്തിന് നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളോട് തീർച്ചയായും കുറെ ഏറെ കാര്യങ്ങൾ പറയാനുണ്ടാകും.
അദ്ദേഹത്തിന് തിരിച്ച് ട്രെയിനില് നാട്ടിലേക്ക് പോകേണ്ടതും കൂടി ഉള്ളത് കൊണ്ട് സമയത്തിന് തീർച്ചയായും ഒരു പരിമിതി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം കൂടി കവർന്നെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം വളരെ ദീർഘദൂരം യാത്ര ചെയ്തെത്തി. നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന പങ്കുവെക്കുന്ന ബോധ്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഒക്കെയും നിങ്ങൾ നന്നായി ശ്രവിക്കുകയും നിങ്ങളുടെ ഭാവി പഠനത്തിനും ഉന്നമനത്തിനുമൊക്കെ ഉപകാരപ്പെടുന്നതാകുന്ന വിധം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന മഹനീയ വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.